കിരീടവുമായി എനിക്ക് ആത്മബന്ധമാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. കിരീടം എന്ന ചിത്രത്തിലാണ് ലൊക്കേഷൻസ് എല്ലാം തന്നെ ലാൻഡ്മാർക്കായി മാറിയത്. കിരീടം പാലം, കിരീടം പലവ്യഞ്ജനക്കട, കിരീടം ജംഗ്ഷൻ, കിരീടം. എൻ്റെ വീട് കുറേ കാലം അറിയപ്പെട്ടിരുന്നത് കിരീടം ഷൂട്ട് ചെയ്ത വീടിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ മതി ജഗദീഷിൻ്റെ വീട് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ലാൻഡ്മാർക്ക്. കിരീടം ഉണ്ണി, കിരീടം ആ സിനിമയുടെ പേര് തന്നെ കിരീടം ഉണ്ണി. ഉണ്ണി ദിനേശും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഉണ്ണി എൻ്റെ കൂടെ പഠിച്ചാണ്. ദിനേശ് അന്ന് വീഡിയോ കാസറ്റ് ലൈബ്രറി നടത്തിയിരുന്ന ചാനൽ 12 എന്ന് പറയുന്ന ലൈബ്രറി നടത്തിയിരുന്ന ദിനേശ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ദിനേശിന്റെ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ എടുത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് സെബി എൻ്റെ ആദ്യ കഥ ശ്രീനിവാസൻ തിരക്കഥയാക്കുമ്പോൾ അതിന് സംവിധായകനായി വന്നത് സിബി മലയിലാണ്. ഓടത്തമ്മാവ ആളറിയാം എന്ന് എൻ്റെ ആദ്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ രീതിയിലെല്ലാം തന്നെ ആത്മബന്ധം. ശെവനാസ് വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ പ്രിയദർശൻ പരിചയപ്പെടുത്തി തന്ന വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കലാഹൃദയമുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ. എന്താ പറയാ, എ ട്രൂ ജെന്റിൽമാൻ. എല്ലാ അർത്ഥത്തിലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ബിഹേവിയർ. ഏത് ടെൻഷനും എന്ത് ടെൻഷൻ വന്നാലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ വിദേശമായിരുന്നോണ്ട് ഹിന്ദിയൊക്കെ ഒരുപാട് സംസാരിക്കും. ആജി എല്ലാത്തിനും ആരംഭിച്ചു. പിന്നെ മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ പഠിച്ചതാണ് പ്യാരിലാൽ. അന്ന് തൊട്ട് ആ കുട്ടിക്കാലം മുതൽ തന്നെ മോഹൻലാലിനെ എനിക്ക് അടുത്ത് പരിചയമുണ്ട്. പ്രിയദർശനെ അറിയാം, MG ശ്രീകുമാറിനെ അറിയാം. അങ്ങനെ തിരുവനന്തപുരത്ത് തൈക്കാട് പ്രദേശത്തുള്ള എല്ലാവരും അറിയാം. രസകരമായിട്ടുള്ള സംഭവങ്ങൾ മണിയമ്മയുടെ കാര്യം പറഞ്ഞു. കിരീടവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിന്റെ അടുത്ത് ഉള്ള ഒരു കടയിലാണ് നൈറ്റില് ലാല് സേതുമാധവൻ ഉറങ്ങിക്കിടക്കുന്നത്. തിലകൻ ചേട്ടൻ വന്ന് ടോർച്ച് അടിച്ച് നോക്കുന്നത്. അതേപോലുള്ള ആ സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ക്യാമറാമാൻ കുമാറിന്റെ അതിവിദഗ്ധമായ ക്യാമറ വർക്ക്, ക്യാമറ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിന്റെയും തിലകൻ ചേട്ടന്റെയും മുഖത്ത് മിന്നി മറയുന്ന വികാരങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, തുടക്കക്കാരൻ എന്ന നിലയിൽ അത്ഭുതത്തോടെ ആവേശത്തോടെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. ആ മാർക്കറ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ആ സമയത്തുള്ള ഗ്ലിസറിൻ ഇടാതെ തിലകൻ ചേട്ടനും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്നത് കണ്ട് കോരിത്തെരിച്ചിട്ടുണ്ട്. സിനിമയെ എങ്ങനെ സമീപിക്കണം എന്ന് മോഹൻലാലിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞ ചില നിമിഷങ്ങളാണ് കിരീടത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായത്. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം എത്ര പെട്ടെന്നാണ് ആ മുഖത്ത് വികാരങ്ങൾ മിന്നി മറയുന്നത്. നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ, സുരേഷിന്റെ കൂടെയും മജീദിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ജോബിയിലായിട്ട് അഭിനയിക്കുന്ന സേതുമാധവൻ, സൈക്കിൾ പിടിച്ച് എന്നെ താഴെ തള്ളിയിടുന്ന സേതുമാധവൻ, സിറ്റുവേഷൻ അനുസരിച്ച് ആ മുഖത്ത് മാറുന്ന ഓരോ വികാരങ്ങളും, സേതുമാധവന്റെ മുഖത്ത് മിന്നി മറയുന്ന ഓരോ വികാരവും. ആദ്യത്തെ സീനില് സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന ആ അച്ഛന്റെ സ്വപ്നം, ആ സ്വപ്നം തകരുന്ന ആ സീനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ട്, ഇന്ന് കണ്ടായിരുന്നാലും ആർക്കും വളരെ ഇമോഷണൽ ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ലോഹിതദാസ് എന്ന ആ വലിയ എഴുത്തുകാരന്റെ മനസ്സിൽ ഒരു സാധാരണക്കാരൻ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന സേതുമാധവൻ, നാളെ മകൻ സബ് ഇൻസ്പെക്ടർ ആവും, പോലീസ് ഫോഴ്സിൽ എന്നെക്കാളും ഉയർന്ന ഉദ്യോഗസ്ഥനായി മാറുന്ന സ്വപ്നം കാണുന്ന അച്യുതൻ നായരുടെ ആ സ്വപ്നം തകർന്നടിയുന്നത് കാണുമ്പോൾ ഏത് പ്രേക്ഷകന്റെയും മനസ്സറിയും ഒരു നൊമ്പരമായി തന്നെ ഉണ്ടാവും. അത് ഒരു സാധാരണക്കാരന്റെ ആക്ഷൻ ചിത്രമാണ്. അത് ട്രൂ ടു ലൈഫ് ആക്ഷൻ പിക്ചറാണ്. അതിലെ ഓരോ രംഗവും എവിടെയും നടക്കാവുന്ന കാര്യങ്ങളാണ്. അതൊരു കലാസൃഷ്ടി എന്ന നിലയിൽ മാത്രം അല്പം എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. ബാക്കി എല്ലാം ട്രൂ ടു ലൈഫ് ഫിലിമാണ് കിരീടം. ഇനി രസകരമായ അനുഭവത്തിലേക്ക് വരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ നൈറ്റ് സീക്വൻസ്, ലാല് ആ കട വരാന്തിയിൽ കിടന്നുറങ്ങുമ്പോൾ തിലകൻ ചേട്ടൻ ടോർച്ച് അടിച്ച് നോക്കുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് എൻ്റെ വീട്ടിലായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പൊ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കി അണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദറിൻലോ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്. വളരെ സ്ട്രിക്റ്റ് ആണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആരും അതല്ല അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിൽ ഒരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവനാർട്സ് വിജയകുമാർ, വെരി ടോൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയെന്ന് തോന്നുന്നു, ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എന്റെ മദറിന്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കും. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെൽ എനിക്കറിയാം, ലാബിന്റെ സ്മെൽ എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനില് റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പകുതി കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതില്ല. അവർക്ക് എല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോ ഇങ്ങനെ ഒരു ചിത്രം വർഷങ്ങൾക്ക് ശേഷം പാർവതി, താങ്ക് യു സോ മച്ച്, പാർവതിയുടെ നേരിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പാർവതിയുടെ കൊണ്ട്. ദേവി എന്ന് പറയുന്നത് ആ ഉറപ്പെണ്ണിന്റെ വിചാരങ്ങൾ നമുക്കൊക്കെ സിമ്പതി തോന്നും. ആ കല്യാണം യാത്ര ഇങ്ങനെ പോകുമ്പോൾ മാറി നിന്ന് നോക്കുന്ന സേതുമാധവൻ, അത് ഏത് കാമുകന്റെയും ആ മനസ്സിലെ വ്യഥയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കിരീടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം അഭിമാനത്തിന്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം നൊമ്പരത്തിന്റെയും കൂടെ ഒരു പ്രതീകമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇല്ല, അതിൽ നമുക്ക് വളരെയധികം വേദനയുണ്ട്. പക്ഷെ അവരുടെ എല്ലാം തന്നെ പെർഫോമൻസുകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ക്രിസ്ത്യാനിന്റെ ആയിക്കോട്ടെ, ശങ്കരാചാര്യന്റെ ആയിക്കോട്ടെ, കൊച്ചിൻ അനീഫ്കയുടെ ആയിക്കോട്ടെ, അങ്ങനെ മാമുക്കയുടെ ആയിക്കോട്ടെ, എൻ്റെ അച്ഛനായി അഭിനയിച്ച ഒടുവിൽ ദാസന്റെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമുക്ക് ഒരിക്കൽ ശ്രീനാഥിന്റെ ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോരുത്തരുടെയും അവിസ്മരണീയമായ മുരളിയുടെ അഭിനയം. എനിക്കും പേരെടുത്ത് പറഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഹൈദ്രോസിന്റെ ആ നടന്നു വരുന്ന ആ മസിൽ കാണിച്ചിരിക്കുന്നുണ്ട്, ആ വരുന്ന ഹീറക്കട ചത്ത് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ജിമ്മൊക്കെ ആയിട്ട് വരുന്ന ഹനീഫ്കയുടെ ആ ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഇവരുടെ എല്ലാം തികുർ സാറിന്റെ ഒക്കെ ആ നല്ല നല്ല നിമിഷങ്ങൾ, ഷൂട്ടിംഗ് സമയത്തുള്ള ആ നിമിഷങ്ങളൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കിരീടം ഇന്ന് മലയാള സിനിമയുടെ കിരീടമായി ഇന്നും നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസിക്കായി നിലകൊള്ളുന്നു എങ്കിൽ, അതിന്റെ ശില്പികൾ അഭിനന്ദനം അർഹിക്കുന്നു. മലയാള സിനിമ അവരോട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.